നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ടാക്ടിക്സ് നമ്മൾ ആരംഭിക്കുന്നത്. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തകർത്തുകൊണ്ട് ഇന്ത്യ 9ാം കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്കിപ്പം MSK ഉണ്ട്, ഒപ്പം തന്നെ ഹാരിസുമുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. മികച്ചൊരു വിജയത്തോടു കൂടി തന്നെ പാകിസ്ഥാനെ തുടർച്ചയായ 3ാമത്തെ വീക്കിലും തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ 9ാമത്തെ കിരീടം ചൂടിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു മത്സരം? തീർച്ചയായിട്ടും ഈ കിരീടം ചൂടിയതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇന്ത്യ ഈ പാകിസ്ഥാനെ തകർത്തുകൊണ്ട് ഇന്ത്യ കിരീടം ചൂടിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഈ ടാക്ടിക്സിലൊക്കെ പ്രവചിച്ച പോലെ ഒരു സംഭവമുണ്ട്. അതായത് കഴിഞ്ഞ നമ്മുടെ ടാക്ടിക്സിൽ അനൂപ് ഷൺമുഖം പറഞ്ഞിരുന്നു, അതായത് ഒരു ഫൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും ആവേശമില്ലാത്ത ഫൈനലാണ് ഉണ്ടാവുക എന്നുള്ളൊരു പ്രവചനമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ഫൈനലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശമുള്ളൊരു ഫൈനൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴാണ് ഒരു ഇന്ത്യ പാക് മത്സരത്തിലേക്ക് എത്തിയത്. ആ ഒരു റിവൽറി എന്നതിൻ്റെ ഒരു അർത്ഥം നമുക്ക് കൃത്യമായിട്ടും ഗണിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഫൈനൽ തന്നെയായിരുന്നു. ഈ ഫൈനൽ എന്ന് പറയുമ്പോൾ ഒരു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഗംഭീരമായിട്ടുള്ളൊരു തുടക്കമായിരുന്നു. 11 ഓവറിലേക്ക് അവർ 100 റൺസ് ആവുന്നു. പക്ഷേ പിന്നീടുള്ള 9 ഓവറിൽ അവർ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തകർച്ചയോട് കൂടിയാണ് തുടങ്ങുന്നത്. സൂര്യകുമാറും അതുപോലെ അഭിഷേക് ശർമ്മയൊക്കെ തുടക്കത്തിൽ തന്നെ ഔട്ടാവുന്നു. അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഫോമിൽ കളിച്ച താരമാണ്. പക്ഷേ മിഡിൽ ഓവേഴ്സിലെ തിലക് സഞ്ജു കൂട്ടുകെട്ട്, അതിനുശേഷം ശിവൻ ദൂബയുടെ ആ ഒരു പ്രകടനം, അതൊക്കെയാണ് ഇന്ത്യക്ക് തുണയായത്. ഉറപ്പായിട്ടും ഹാരിസ്, അതായത് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ മികച്ച ഫോമിലേക്ക് പോവുകയായിരുന്നു. 10 ഓവറിൽ അവർ 80 റൺസ് പിന്നിടുന്നു. 11 ഓവറിൽ അവർ 100 റൺസ് കടക്കുന്നു. 113-1 എന്ന അതിശക്തമായ നിലയിൽ നിന്നാണ് 146 വീഴുന്നത്. അവസാന 9 വിക്കറ്റുകൾ കേവലം 33 റൺസിനിടെയാണ് നഷ്ടപ്പെടുന്നത്. ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പിന്നർമാരുടെ മത്സരം തിരിച്ചു കൊണ്ടുവരുന്നൊരു രീതി അത് വളരെ ലെവൽ തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായും. എനിക്ക് തോന്നുന്നു 12ാമത്തെ ഓവറിൽ തിലക് വർമ്മയെ ബോൾ ഏൽപ്പിക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അതുവരെ ഒരു വിക്കറ്റ് വീണിട്ടുള്ള പാകിസ്ഥാൻ ശക്തമായ നിലയിലേക്ക് പോകുന്നു. നമ്മൾ ആ സമയത്ത് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, കാരണം തിലക് വർമ്മ എന്തിനാണ് ബോൾ ഏൽപ്പിച്ചത്, അതായത് പ്രധാന ബോളേഴ്സിൽ വിശ്വാസം ഇല്ലേ എന്ന രൂപത്തിലേക്ക് നമ്മൾ ആ സമയത്ത് കളി കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് 13ാം ഓവറിൽ വിക്കറ്റ്, 14ാം ഓവറിൽ വിക്കറ്റ്, 13 മുതൽ 20 വരെ ഓവറിൽ 19ാം ഓവർ ഒഴികെ ബാക്കി എല്ലാ ഓവറിലും വിക്കറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുൺ ചക്രവർത്തിയുടെ സ്പെല്ലായിരുന്നു കുറച്ചുകൂടി നിർണായകമെന്ന് തോന്നുന്നു. അതിൽ പാകിസ്ഥാൻ നിരയിൽ കുറച്ച് നന്നായി കളിച്ചു എന്ന് പറയാൻ സൈജാദ് അഫർഹാനും ഫഖർ ജമാനുമാണ് ഓപ്പണർമാർ. അവർ രണ്ടുപേരുടെയും വിക്കറ്റ് വരുൺ ചക്രവർത്തിയാണ് എടുക്കുന്നത്. അതിനുശേഷം അവരുടെ കൂട്ടത്തിൽ 2 അക്കം കിടക്കുന്നത് സായി മയൂബ് മാത്രമാണ്. ബാക്കി എല്ലാവരും 7 പേര് 2 അക്കം കാണാതെ പുറത്തായി. ഒപ്പം തന്നെ കുൽദീപിന്റെ പ്രകടനം, കുൽദീപ് 4 വിക്കറ്റ് എടുത്തത് 8 പന്തിന്റെ ഇടവേളയിലാണ് ആ 4 വിക്കറ്റ് വരുന്നത്. അതിൽ 3 വിക്കറ്റ് വരുന്നത് 1 ഓവറിലാണ്. ആ 8 പന്തിൻ്റെ ഇടയിൽ ഒരു റൺസ് പോലും അദ്ദേഹം വഴങ്ങിയിട്ടില്ല. വഴങ്ങിയത് ഒരു എക്സ്ട്രാ, ഒരു വൈഡ് പോയൊരു എക്സ്ട്രാ റൺസ് മാത്രമാണ് വഴങ്ങുന്നത്. മാത്രമല്ല കുൽദീപ് ഈ ടൂർണമെൻറ്റിലുടനീളം കാഴ്ചവെച്ചൊരു പ്രകടനമുണ്ട്. ഇപ്പോൾ ഈ സീരീസിൽ 17 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഏഷ്യ കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ബോളർ എന്ന നേട്ടം 17 വിക്കറ്റുകളുമായി അദ്ദേഹം അജന്ത മെൻഡിസിനൊപ്പം 2007 അജന്ത മെൻഡിസ്. ഒപ്പം തന്നെ 36 വിക്കറ്റുകൾ ആകെ ഏഷ്യ കപ്പ് ചരിത്രത്തിൽ സ്വന്തമാക്കി. മറികടന്നത് ശ്രീലങ്കയുടെ ഇതിഹാസ താരം ലസിത് മലിംഗയെ 33 വിക്കറ്റുള്ള. അത്തരത്തിൽ കുൽദീപിനെ ഈ സീരീസിലേക്ക് പരിഗണിക്കുമ്പോൾ കളിപ്പിക്കുമോ എന്ന് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യ ആദ്യ മത്സരത്തിൽ 3 സ്പിന്നർമാരുമായി കളിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും നെറ്റിച്ചു വിളിച്ചു, 3 സ്പിന്നർമാരുമായിട്ടാണോ കളിക്കുന്നത്? ഒരു പേസർ സ്പെഷ്യലിസ്റ്റായിട്ട് ബുംറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കളിക്കാൻ. അപ്പോൾ ആ നിലയിൽ നിന്ന് പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്നു. 2ാമത്തെ മത്സരത്തിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്നു. പിന്നീട് അവഗണിക്കാൻ കഴിയാത്ത വിധം കുൽദീപ് ഇന്ത്യൻ ഇന്നിങ്സിന് അടിത്തറയിടുന്നൊരു പ്രകടനം അല്ലേ? അതെ. ഇതിൽ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഈ 2 ടീമുകളുടെയും പവർ പ്ലേ ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പവർ പ്ലേ കണ്ട ആളുകൾക്ക് ഉറപ്പായും ഇന്ത്യ ഈ കളി കൈവിട്ട് കളയുമോ എന്ന് തോന്നിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പവർ പ്ലേ അവസാനിക്കുന്ന സമയത്ത് 35 റൺസേ ഉള്ളൂ ആകെ. എന്നാൽ 3 വിക്കറ്റ് പോയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ്റെ പവർ പ്ലേ കഴിയുന്ന സമയത്ത് 45-0 എന്ന നിലയാണ്. ജസ്പ്രീത് ബുംറയൊക്കെ തുടക്കത്തിൽ തന്നെ നല്ല അടികൊള്ളുന്നുണ്ട്. കുൽദീപ് യാദവും ആദ്യ ഓവറുകൾ അടികൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഫസ്റ്റൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതാണ്. പക്ഷേ കളിയുടെ മൊമെൻറ്റം തിരിയുന്നത് ആ 12ാമത്തെ ഓവറിന് ശേഷമാണെന്നാണ്. എന്നാൽ ഇന്ത്യൻ ഇതിലേക്ക് വരുന്ന സമയത്ത് സഞ്ജു തിലക് വർമ്മ 4ാം വിക്കറ്റ് നടത്തിയിട്ടുള്ള കൂട്ടിട്ടാണ് ഈ കളിയിലെ ഏറ്റവും ക്രൂഷ്യലായ പാർട്ട്ണർഷിപ്പ്. അതിനുശേഷം ശിവൻ ദൂബയായിട്ട് അദ്ദേഹം അതിനേക്കാൾ വലിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സഞ്ജുവും തിലക് വർമ്മയും കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ
പാർട്ണർഷിപ്പ് വളരെ ക്രൂഷ്യലായിരുന്നു. കാരണം 3 വിക്കറ്റ് പോയി നിൽക്കുന്നു, പിന്നെ കളി തകർന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ സഞ്ജു അവിടെ പിന്നെ ഒരു മൊമെന്റം കൊടുക്കുന്നു, തിലക് വർമ്മ തകർത്തടിക്കുന്നു. സഞ്ജുവും ചില പിന്നെ മനോഹരമായ നോക്കുകളൊക്കെ ചെയ്യുന്നത്, പിന്നെ ഷൈൻ അഫ്രീദിക്കെതിരെ ഒരു കവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട് മനോഹരമായി സാധനം. അതുപോലെ തന്നെ അതെ അബ്രാർ അഹമ്മദിന് ഒരു സിക്സറിന് വായിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിന് ശരിക്കും വേണമെങ്കിൽ ഒരു അനാവശ്യ ഷോട്ടിന് മുതിർന്നിട്ടാണ് ഔട്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സഞ്ജു തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു, കാരണം ഒരു ക്യാച്ച് സഞ്ജുവിന് ഡ്രോപ്പ് ചെയ്തു 12 റൺസ് ഉണ്ടായിരുന്നുള്ള സമയത്ത്. നമ്മൾ പക്ഷേ ഈ കുൽദീപിന്റെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ബോളർ കൂടി പറയേണ്ടിയിരിക്കുന്നു, ഹാരിസ് റൌഫ്. ഹാരിസ് റൌഫ് എന്നുള്ള ബോളർ ഈ മത്സരത്തിൽ 3.4 ഓവറിൽ 50 റൺസ്. ഹാരിസ് റൌഫിനെ നമുക്കറിയാം, ഹാരിസ് റൌഫിനെ അടിച്ചിട്ടാണ് ഇന്ത്യ ജയിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സന്തോഷമാണ്. കാരണം ഹാരിസ് റൌഫ് കഴിഞ്ഞ മത്സരത്തിൽ പിന്നെ ഇന്ത്യൻ കാണികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ജസ്റ്റർ അത് ഭയങ്കരമായിട്ട് വിവാദമായിരുന്നു. 6-0 ഒപ്പം തന്നെ പ്ലെയിൻ തകർന്ന് വീഴുന്ന കാണിക്കുന്നു. അതിന് തിരിച്ചു കിട്ടി, കാരണം ജസ്പ്രീത് ബുംറ ക്ലീൻ ബൗൾഡ് ചെയ്താണ് ഈ പ്ലെയിൻ ലാൻഡിങ് നടത്തി. ഈ കളിയിൽ എനിക്കൊന്ന് ഇന്ത്യ പാക് മത്സരം എന്ന് പറയുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ ഇതിൻ്റെയൊക്കെ ഇടക്കാണ് ഈ മത്സരം നടക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായത് കളിയിലേക്ക് രാഷ്ട്രീയം കുത്തിക്കലർത്തിയവർക്കൊക്കെ ഈ മത്സരം ഒരു അടിയായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാരിസ് റൌഫ് സൂര്യകുമാർ യാദവ് അദ്ദേഹം കൈ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് സൂര്യകുമാർ യാദവ് പെട്ടെന്ന് പുറത്താകുന്നു. ഹാരിസ് റൌഫ് ഇതുപോലെ അപമാനിതനായ മറ്റൊരു മത്സരം ഉണ്ടാവില്ല. കാരണം ഹാരിസ് റൌഫിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാരിസ് റൌഫിന് എന്തിനാണ് ഒരു ക്രൂഷ്യൽ ഓവർ പാകിസ്ഥാൻ കൊടുത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇതിനു മുമ്പുള്ള ചരിത്രം എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലിയുടെ ആ ഒരു സിക്സർ 2022 ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം 2024 ലോകകപ്പിൽ പാകിസ്ഥാൻ ആദ്യമായിട്ട് ഒരു അസോസിയേറ്റഡ് രാജ്യമായ USA തോറ്റു. USA തോറ്റ സമയത്ത് ലാസ്റ്റ് 6 ബോളിന് 15 റൺസ് എന്നുള്ളൊരു ഇക്വേഷൻ ആയിരുന്നു. USA ലോക ക്രിക്കറ്റിലെ ഏറ്റവും കുഞ്ഞൻ ടീമാണ്, അവർ പിച്ച വെച്ച് വരുന്ന ഒരു ടീമാണ്. അതേ ടീമിനെതിരെ ഹാരിസ് റൌഫ് 15 റൺസ് ആ ലാസ്റ്റ് ഓവറിൽ വാങ്ങിയിട്ടുണ്ട്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതിൽ തന്നെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഹാരിസ് റൌഫ് തുടക്കത്തിൽ, അതായത് 15ാമത്തെ ഓവറിൽ 17 റൺസാണ് വഴങ്ങുന്നത്, 17ാമത്തെ ഓവറിൽ 13 റൺസാണ് വഴങ്ങുന്നത്. ആ 2 ഓവറിൽ 30 റൺസിന്റെ നേടി, അത് വളരെ ക്രൂഷ്യലാവുകയും ചെയ്തു. അതിൽ 13 എക്കോണമി, ഇതിൽ എക്കോണമി 10 കടന്നിട്ടുള്ള പാകിസ്ഥാന്റെ ഏക ബോളർ. അതെ ഇന്ത്യൻ നിരയിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ ബോളറും 10 എക്കോണമി കടന്നിട്ടില്ല എന്നുള്ളത്. ബുംറയെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ അവസാനം അടിയോളം നമ്മൾ വിചാരിച്ചു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടതിൽ ഇനി നമ്മൾ ചർച്ച ചെയ്ത തിലക് വർമ്മയുടെ പേരാണ്. തിലക് വർമ്മ ഒരു കാര്യം കൂടിയുണ്ട്, ആ സമയത്ത് കോച്ചും ഹാരിസ് റൌഫും, നമ്മൾ കളി കണ്ടവർക്ക് അറിയാം, ഹാരിസ് റൌഫും കോച്ചും തമ്മിലൊരു കോൺവെർസേഷനും. കാരണം ഓഫ് സൈഡിൽ പന്തെറിയാന്ന് പറയുമ്പോൾ പുള്ളി ഒറ്റക്ക് വിക്കറ്റ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ആ സമയത്ത് ഡോട്ട് ബോളുകൾ പാകിസ്ഥാന് രക്ഷയാകുമെന്ന് കരുതിയ സമയത്താണ് പുള്ളി ഒറ്റക്ക് വിക്കറ്റ് എടുത്ത് ഞാനൊരു ഹീറോ ആകും എന്നുള്ളൊരു പരിവേഷമൊക്കെ കൊടുത്തിട്ടാണ് 17ാമത്തെ ഓവറിലെ അവസാനം വന്നൊരു ഫുൾ ടോസ് ആണ് ദുബൈ സിക്സ് അടിക്കുന്നത്. മുമ്പ് സിക്സർ അടിച്ചു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഹാരിസ് റൌഫിന്റെ ആ ഓവറുകളാണ് തീർച്ചയായിട്ടും കളി പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയത്. ഉറപ്പായിട്ടും ഹാരിസ്, ഇനി നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിലേക്ക് വരാം. ഹാരിസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിലക് വർമ്മ 22 വയസ്സേ പ്രായമായുള്ളൂ. എന്ത് പക്വമായ ഇന്നിങ്സ് ആണ് തിലക് കളിച്ചത് അല്ലേ? പിന്നെ കഴിഞ്ഞ കളിയിൽ നമ്മൾ ഇത് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ അഭിഷേക് ശർമ്മ പിന്നെ പവർ പ്ലേ നൽകുന്ന ഒരു മൊമെന്റം അത് കീപ്പ് ചെയ്യാൻ മിഡിൽ ഓർഡറിന് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചർച്ച മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ശരിക്കും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പവർ പ്ലേയിൽ അഭിഷേക് ശർമ്മ നൽകുന്ന സംഭാവന ഇല്ലെങ്കിൽ പിന്നെ ആര് കളിക്കും എന്നൊരു ചോദ്യത്തിന് തിലക് വർമ്മ കൃത്യമായൊരു റിപ്ലൈ ആണ് കൊടുക്കുന്നത്. അഭിഷേക് ശർമ്മക്ക് അപ്പുറത്ത് അല്ല, പിന്നെ തിലക് വർമ്മക്ക് അപ്പുറത്ത് നിന്ന് കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ സഞ്ജുവിനെ കൂട്ടുപിടിച്ചൊരു 4ാം വിക്കറ്റിൽ 57 റൺസിന്റെ പാർട്ണർഷിപ്പ് അടുത്ത് ദുബൈയെ കൂട്ടുപിടിക്കുന്നു. അതും പിന്നെ വലിയ ലക്ഷ്യമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പയ്യെയാണ്, വളരെ സൂക്ഷ്മമായിട്ടാണ് കളിച്ചിട്ട് അടിക്കേണ്ട ബോളുകൾ അടിക്കുന്നു, പിന്നെ അവസാന മൊമെന്റ് വരെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുന്ന സമയത്ത് തന്നെ ഫോം ഔട്ടായ കളിക്കാരെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇപ്പം നമ്മൾ ചില സഞ്ജു സാംസന്റെ അതെ സൂര്യകുമാർ യാദവിനെ കുറിച്ച്. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ്, അദ്ദേഹം ഒരു സൈഡ് കൂടെ പോകുന്നൊരു മനുഷ്യനാണ്. പക്ഷേ നമ്മൾ എടുത്തൊരു സൂപ്പർ 4 ഒറ്റ മത്സരം, ഫൈനൽ വരെയുള്ള ഒറ്റ മത്സരത്തിലും അദ്ദേഹത്തിന് ഫോമിലേക്ക്. അപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനെതിരെ 0, ബംഗ്ലാദേശിനെതിരെ 5 റൺസ്, പിന്നെ ശ്രീലങ്കക്കെതിരെ 12 റൺസ്. ഈ മത്സരത്തിൽ ക്രൂഷ്യൽ മാച്ചാണ്. ഇതിലും അദ്ദേഹം യാദവിന് ആകെ പറയാനുള്ളത് പാകിസ്ഥാനെതിരെ 40 റൺസ് മാത്രമാണ്. ഈ കലണ്ടർ വർഷം ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടിയിട്ടില്ല. 100ൽ താഴെ മാത്രമാണ് അദ്ദേഹം ഈ കലണ്ടർ വർഷം നേടിയ റൺസ് എന്ന് ആലോചിക്കുമ്പോഴാണ് എത്രമാത്രം പരിതാപകരമാണ് ക്യാപ്റ്റന്റെ പ്രകടനം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മത്സരത്തിലെ പുള്ളിയുടെ ഷോട്ട് സെലക്ഷനും ഭയങ്കര, കാരണം ആ ഒരു സമയത്ത് അഭിഷേക് ശർമ്മ ഫോമിലുള്ള താരം പുറത്തായ സമയത്ത് ക്യാപ്റ്റൻസ് നോക്ക് എല്ലാവിധ സ്റ്റേജും പെർഫെക്റ്റ് സ്റ്റേജ് ആയിരുന്നു സൂര്യകുമാറിനെ സംബന്ധിച്ചുള്ളൂ. പക്ഷേ അനാവശ്യമായ ഒരു ഷോട്ട് തന്നെയാണ് പുള്ളി കളിച്ചത്. ആ ഒരു ക്യാച്ച് നല്ലൊരു ക്യാച്ച് ആയിരുന്നു. ഇനി ഒരു രസകരമായ ഒരു കൗതുകം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ തോന്നുന്നു. അതിൽ റിങ്കു സിംഗ് ഈ ടൂർണമെന്റിലെ ഈ ഒരു മത്സരത്തിൽ മാത്രമാണ് അവസരം കിട്ടുന്നത്. അതും ഹർദിക് പാണ്ഡ്യക്ക് പരിക്കേറ്റതുകൊണ്ട്, അല്ലെങ്കിൽ ഈ മത്സരം കളിക്കില്ല. കിട്ടിയ ഏക ബോൾ ബൗണ്ടറി അടിക്കുന്നു. രസകരമായൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് സോണി സ്പോർട്സിന്റെ ഒരു അഭിമുഖത്തിൽ ഇന്ത്യൻ താരങ്ങളെല്ലാവരും എടുക്കുന്നുണ്ട്. അതിൽ റിങ്കുവിനോട് ചോദിക്കുമ്പോൾ
എനിക്ക് വിജയ റൺസ് അടിക്കണമെന്നൊരൊറ്റ വാക്കാണ് റിങ്കു സിംഗ് പറയുന്നത്. അതടിച്ചു. അത് ഫൈനലിൽ തന്നെ അടിച്ചു. അതെ അതെ. അതിനൊപ്പം തന്നെയല്ലേ പെട്ടെന്ന് നമുക്കൊരു ചരിത്രത്തിലേക്ക് കൂടി പോകാൻ തോന്നി. ഇതുപോലെ ഒറ്റ ബോളിൽ ഒരു ബൗണ്ടറി നേടിയിട്ടാണ് റിങ്കു ജയിപ്പിച്ചത്. 98-ൽ ഇതേപോലെ ഋഷികേഷ് കൻകർ എന്ന് പറഞ്ഞൊരു കളിക്കാരുണ്ടായിരുന്നു. കൻകർ ഇപ്പോഴും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ബൗണ്ടറിയുടെ പേരിലാണ്. ആ ഒരു പാകിസ്ഥാനെതിരെ ബൗണ്ടറി അടിച്ചതിൻ്റെ പേരിലാണ്. അദ്ദേഹം അധികം കളികളൊന്നും കളിച്ചിട്ടില്ല. പക്ഷേ ഈ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഋഷികേഷ് കനിത്കർ എന്നുള്ള പേര് മനസ്സിലുണ്ടാവും. ആ ഒരു ബൗണ്ടറിയുടെ പേരിലാണ്. റിങ്കു സിംഗും ഒരുപക്ഷെ ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ വിജയ റൺസ് കുറിച്ച താരം, ആ ഒരു ബൗണ്ടറി നേടിയ താരം എന്നുള്ള രൂപത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള എല്ലാ സാധ്യത. അതുപോലെ ഇത് 2017 ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള റിവഞ്ച് കൂടിയാണ് നമുക്ക്. അത് ഒരു ഭയങ്കര അൺബീറ്റൻ റണ്ണിന് ശേഷം നമ്മൾ പാകിസ്ഥാന് മുന്നിൽ പരാജയപ്പെടുന്നു. അതിന്റെ മറ്റൊരു ഫൈനലിൽ ഏഷ്യ കപ്പിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നു. നമ്മൾ റിവഞ്ച് എടുക്കുന്നു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും പാകിസ്ഥാനെ പിന്തുടർന്ന്, അതായത് ചേസ് ചെയ്ത് ഇന്ത്യ 9ാമത്തെ മത്സരമാണിത്. ആ 9 മത്സരങ്ങളിലും ഇന്ത്യ ചേസ് ചെയ്ത് വിജയിച്ചു എന്നുള്ളതും വളരെ ഇന്ത്യക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. പാകിസ്ഥാൻ ജയിക്കേണ്ട ഒരു കളിയായിരുന്നു ശരിക്കും. പാകിസ്ഥാന്റെ കളിയെ നമ്മൾക്ക് ഒരിക്കലും ഈ ഒരു മത്സരത്തിൽ നോക്കുമ്പോൾ ആദ്യത്തെ 11 ഓവർ എന്ന് പറയുമ്പോൾ അവരുടെ ഓപ്പണേഴ്സ് മികച്ച ഫോമിൽ കളിച്ചു. പിന്നീടൊരു എന്താ പറയുക, നമ്മളങ്ങ് ജയിച്ചു എന്നുള്ള രൂപത്തിലുള്ളൊരു സമീപനമാണ്. കാരണം വന്ന ആൾക്കാരൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ ഒന്നും ശ്രമിക്കുന്നില്ല. തിലക് വർമ്മയെ പോലുള്ള ഒരു ഇന്നിങ്സ് കളിക്കാൻ ഒരാൾ പോലും അവിടെ ശ്രമിച്ചിട്ടില്ല. പിന്നെ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതായത് 11 ഓവർ വരെ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഇനി അതിനുശേഷം ഓവറുകളില്ല എന്നുള്ള രൂപത്തിലാണ് അവർ പിന്നെ ബാറ്റ് ചെയ്തത്. അതെ അതെ. അതായത് 11 ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 113 റൺസ് എത്തുന്ന ടീമാണ് പിന്നീട് 19 ഓവറിൽ ഓൾ ഔട്ട് ആവുന്നത്. അവസാന 9 വിക്കറ്റുകൾ 33 റൺസിനാണ് കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട സഞ്ജുവിന്റെ ഒരു ക്യാച്ച് അത് നമ്മൾ മിസ്സാക്കിയതാണ്. അതെ അതെ അതെ. വൺ ഓഫ് ദ ബ്രില്യന്റ് അതും സൽമാൻ ആഗയുടെ ക്യാപ്റ്റന്റെ സൽമാൻ ആഗയുടെ ക്യാച്ച് ഡൈവ് ചെയ്തിട്ടുള്ള ഒരു ക്യാച്ച് ആയിരുന്നു. പിന്നെ സഞ്ജുവിന്റെ ഒരു പ്രധാനപ്പെട്ട മൊമെന്റ് എന്നുള്ളത് സൂര്യകുമാർ യാദവ് ആ റിവ്യൂ എന്ന് പറഞ്ഞത് നിർബന്ധമായിട്ട് റിവ്യൂ കൊടുക്കണം. സഞ്ജുവിന്റെ നിർബന്ധത്തിന് പുറത്താണ് സൂര്യകുമാർ റിവ്യൂ കൊടുക്കുന്നു. അത് ഇന്ത്യക്ക് അനുകൂലമായി വിക്കറ്റും ലഭിക്കുന്നു. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിവസമായിരുന്നു ബാറ്റിംഗിൽ, ഫീൽഡിലും ബാറ്റിലും. അതെ. അപ്പം എന്തായാലും എല്ലാം കൊണ്ടും സഞ്ജുവിനും ടീം ഇന്ത്യക്കും എല്ലാം കൊണ്ടും സന്തോഷകരമായ ദിനമായിരുന്നു. ആരാധകർക്കും വലിയ സന്തോഷമുള്ള ദിവസം തന്നെയാണ്. അപ്പം എന്തായാലും ചക്ദേ ഇന്ത്യ തീർച്ചയായിട്ടും ഏഷ്യ കപ്പിലെ മികച്ചൊരു വിജയത്തോടു കൂടി 5 വിക്കറ്റിന്റെ തകർപ്പൻ വിജയത്തോടു കൂടി ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ 9ാമത്തെ കിരീടം സ്വന്തമാക്കിയിരുന്നു.